കോഴിക്കോട് നിന്നും ശ്രീ കുഞ്ഞു മുഹമ്മദാണ്. ശ്രീ കുഞ്ഞു മുഹമ്മദ്, ADGPക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയരുന്നത്. സ്വാഭാവികമായും ആരോപണങ്ങൾ അന്വേഷണം നടത്താതെ സർക്കാരിന് നടപടിയെടുക്കാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹം CPM-ഉമായോ അല്ലെങ്കിൽ LDF-ഉമായോ ഒരു തരത്തിലും യോജിക്കാത്ത RSS വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന RSSന്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുമായി അദ്ദേഹം രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അങ്ങനെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇന്റലിജൻസ് വിഭാഗം അത് സർക്കാരിനടക്കം അറിയിച്ചിട്ടുമുണ്ടാവണം. എന്നിട്ടും അദ്ദേഹത്തിനെതിരെ ഇപ്പോഴും നടപടി ഉണ്ടാവുന്നില്ല. എന്താണ് പാർട്ടി തള്ളിയിട്ടും സർക്കാർ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. നമ്മുടെ ഈ പ്രേക്ഷകർ വിളിക്കുന്ന നമ്പർ വീട്ടുപേരും പുറത്തേക്ക് ലീക്കായി പോവുക. എങ്ങനെയാണ് പറഞ്ഞ മനസ്സിലായില്ല. നമ്മൾ നിങ്ങളെ ചാനലിലേക്ക് വിളിച്ചിട്ട് അഭിപ്രായം പറയാൻ നേരം ഈ നമ്പറും വീട്ടുപേരും ആളെ പേരും പുറത്തേക്ക് യൂട്യൂബ് വഴി ലീക്കായി പോവുക. അല്ല, നമ്മളെ ഇത് പരസ്യമായി പറയുന്ന അഭിപ്രായങ്ങളല്ലേ, ഇത് രഹസ്യമാക്കി വെക്കേണ്ട അഭിപ്രായമൊന്നും അല്ലല്ലോ. ഫോൺ നമ്പർ പോവുക. താങ്കളുടെ ഫോൺ നമ്പർ നമ്മൾ ആർക്കും കൊടുക്കാറില്ല. ഞങ്ങളുടെ ഫോൺ നമ്പർ പരസ്യമായി തന്നെ സ്ക്രീനിൽ എഴുതി കാണിക്കാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ പോയെന്ന് വെച്ച് നമുക്ക് അത്ര ഈ കാലത്ത് ഒരു അഭിപ്രായം പറയുന്നതിന് അതൊക്കെ ഒരു തടസ്സമാണോ? ഞങ്ങൾ എന്തായാലും അങ്ങനെ കൊടുക്കാറില്ല ആരുടെയും ഫോൺ നമ്പർ. ഞങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ തന്നെ ഇവിടെ സേവ് ചെയ്യാറ് തന്നെ. ലാൻഡ് ലൈനിലേക്കാണ് ഈ നമ്പറുകൾ വരുന്നത് തന്നെ. ബാക്കി കാര്യങ്ങൾ അടുത്ത ചർച്ചയിൽ പറയാം നമുക്ക്. അപ്പൊ ഇതറിയാൻ വേണ്ടി വിളിച്ചല്ലേ, ഈ അഭിപ്രായം പറയാൻ വിളിച്ചല്ലേ? ബാക്കി പിന്നെ പറയാം. ശരി, ഓക്കെ. എന്തായാലും ശരി. നമുക്ക് മറ്റു പ്രേക്ഷകർ കൂടിയുണ്ട്.